ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്യാ എന്ന വാക്കിനെ കുറിച്ചാണ്. ക്യാ എന്ന് പറഞ്ഞാൽ എന്ത് എന്നാണ് അർത്ഥം. ഒന്നും അറിയാത്ത ആൾക്ക് പോലും അതറിയാം ക്യാ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്. ഒരാൾ റോഡിലൂടെ നടന്നു പോകുമ്പോ ഒരു ഹിന്ദിക്കാരൻ വന്നാണ് എന്തെങ്കിലും പറഞ്ഞു, ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ തിരിച്ചെന്താ ചോദിക്കുക? ക്യാ എന്ന് ചോദിക്കും. ക്യാ എന്താ പറഞ്ഞതെന്ന് മനസ്സിലായിട്ടില്ല, അതാണ് എന്ത് എന്ത് എന്നാണ് ക്യാ എന്ന് പറഞ്ഞാലുള്ള അർത്ഥം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്യാ എന്ന വാക്ക് രണ്ട് തരത്തിൽ ഉപയോഗിക്കും. ചില സംശയം തീർക്കാൻ വേണ്ടിയിട്ടുള്ള ചില ചോദ്യങ്ങൾ ഉണ്ടാകും. നമ്മൾ അതിന് ഉത്തരം പറയുമ്പോൾ ഒന്നുകിൽ യെസ് എന്നായിരിക്കും അല്ലെങ്കിൽ നോ എന്നായിരിക്കും അതിന്റെ ആൻസർ ആയിട്ട് വരിക. ഇത്തരം ചോദ്യങ്ങളെ ഇംഗ്ലീഷിൽ നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്നാണ് പറയുക. ഫോർ എക്സാമ്പിൾ, താങ്കള് പഠിക്കുകയാണോ ഇപ്പോ എന്ന് ചോദിക്കുമ്പോ നിങ്ങൾ ഇപ്പോഴും പഠിക്കുകയാണോ, ഇതൊരു സംശയം തീർക്കുകയാണ്. ഇതിന്റെ ആൻസർ എന്തായിരിക്കും? അതെ, ഞാൻ ഇപ്പോൾ പഠിക്കുകയാണ്. അതല്ലെങ്കിൽ അല്ല, ഞാൻ ഇപ്പോൾ പഠിക്കുന്നില്ല. ഇല്ല, ഞാൻ ഇപ്പോൾ പഠിക്കുന്നില്ല. അപ്പൊ യെസ് ഓർ നോ എന്ന ആൻസർ വരുന്ന അങ്ങനത്തെ ചോദ്യങ്ങൾ അല്ലെ, ആ ചോദ്യങ്ങള് ഒരു സംശയം തീർക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. അപ്പൊ അങ്ങനെ സംശയം തീർക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോ ആ സെന്റൻസിന്റെ തുടക്കത്തിലോ അല്ലെങ്കിൽ അവസാനത്തിലോ ഒരു ക്യാ ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, തു വിദ്യാർത്ഥി ഹേ, എന്താണ് അതിന്റെ അർത്ഥം? നീ വിദ്യാർത്ഥി ആകുന്നു. ഇതിനൊരു ചോദ്യമായിട്ട് ഞാൻ ചോദിക്കുകയാണ്. എന്റെ ചോദ്യത്തിന്റെ ഉദ്ദേശം എന്റെ ഡൗട്ട് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. നീ വിദ്യാർത്ഥിയാണോ എന്നാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. സോ അതെങ്ങനെയാ ചോദിക്കുക? ഹിന്ദിയിൽ നീ വിദ്യാർത്ഥിയാണ് എന്നതിന് തു വിദ്യാർത്ഥി ഹേ എന്നാണ് പറയുക. ചോദ്യമാക്കുമ്പോ ഒന്നുകിൽ തുടക്കത്തിൽ ഒരു ക്യാ ചേർക്കുക, അതല്ലെങ്കിൽ അവസാനത്തിൽ ക്യാ ചേർക്കാം. തുടക്കത്തിൽ ക്യാ ചേർത്താൽ എന്തായിരിക്കും ഉണ്ടാവുക? ക്യാ തു വിദ്യാർത്ഥി ഹേ. അർത്ഥം എന്താണ്? നീ വിദ്യാർത്ഥിയാണോ, നീ വിദ്യാർത്ഥിയാണോ. ഇനി ക്യാ എന്നുള്ളത് ലാസ്റ്റ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. തു വിദ്യാർത്ഥി ഹേ ക്യാ, നീ വിദ്യാർത്ഥിയാണോ എന്ന് തന്നെയാണ് അർത്ഥം. ക്ലിയർ ആണോ? അപ്പൊ ക്യാ എന്നത് സെന്റൻസിന്റെ തുടക്കത്തിൽ വന്നാലും അവസാനത്തിൽ വന്നാലും ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിരിക്കും എന്ന കാര്യം ഓർത്തു വെക്കുക. നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഡൗട്ട്സ് തീർക്കാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യങ്ങൾക്കാണ് സാധാരണ നമ്മൾ ഈ ക്യാ എന്നത് ഉപയോഗിക്കാറുള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്യാ എന്നത് സെന്റൻസിന്റെ നടുവിൽ വന്നു കഴിഞ്ഞാൽ അതവിടെ എന്ത് എന്ന കറക്റ്റ് അതിന്റെ അർത്ഥത്തിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. സംശയം തീർക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് മാത്രമാണ് നമ്മൾ ക്യാ എന്നതിനെ തുടക്കത്തിലോ അല്ലെങ്കിൽ അവസാനത്തിലോ ചേർക്കുക. ക്ലിയർ? അപ്പൊ ഇത്തരത്തിലുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ അതുവരേക്കും ബൈ. Learn Hindi with Hindigo.